പതിവിൽ നിന്നും വ്യത്യസ്തമായി രുചിയൂറും ചിക്കൻ ഇലയട തയ്യാറാക്കിയാലോ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഇലയടയാണ്. ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി കൂടിയാണിത്. ഇത് തയ്യാറാക്കുന്നതിനായി ചൂടായ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച 3 സവാള നമുക്ക് ചേർക്കാം. സവാള നന്നായി വഴന്നു വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ സാൾട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും സവാളയും വഴന്നു വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഓരോ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ ഗ്രൈൻഡ് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് വലിപ്പമുള്ള 3-4 പീസ് ചിക്കനാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ചിക്കനും മസാലകളും നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് അടച്ചു വെക്കാവുന്നതാണ്. അടുത്തതായി ഇലയടയ്ക്ക് ആവശ്യമായ ഡോ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് അരിമാവിന് 1.5 കപ്പ് അളവ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കുഴച്ച് ഉരുളകളാക്കി എടുക്കാം. ഓരോ ഉരുളകളായി എടുത്ത് ഇലയിൽ വെച്ച് നമുക്ക് കൈകൊണ്ട് പരത്തിയെടുക്കാവുന്നതാണ്. ഓരോ ഇലകളും എടുത്ത് അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഫില്ലിങ് വെച്ച് നമുക്ക് മടക്കി എടുക്കാവുന്നതാണ്. ഓരോന്നായി എടുത്ത് സ്റ്റീമറിലേക്ക് വെച്ച് 20 മിനിറ്റോളം സ്റ്റീം ചെയ്ത ശേഷം നമുക്ക് ചൂടോടെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.